ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചണറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് പനീർ മട്ടർ മസാല. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം പനീറും 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും 2 സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ചതും ഒരു വലിയ തക്കാളി അരച്ചെടുത്തതും. തക്കാളി നന്നായിട്ട് പഴുത്തത് വേണം എടുക്കാനായിട്ട്. ഇനി ഒരു 7-8 കാഷ്യൂ നട്ട്സ് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്ക് പനീർ മട്ടർ മസാല ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഇതൊരു 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും അല്പം കസൂരിമേത്തി ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഞെരടിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും വൈറ്റ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.